ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ചിക്കൻ ഗീ റോസ്റ്റ്. ഇത് പേര് പോലെ തന്നെ കേട്ടോ, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചൊരു ഉപ്പ്, 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ ഇത്. ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടോ. ഇതൊരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. പാനിലേക്ക് ഇപ്പം ഞാനൊരു 12 കശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സാദാ മുളകും ചേർത്ത് കൊടുക്കട്ടോ. 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടോ. ഇത്രയും മതി. ഇപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഇതങ്ങനെ പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കറക്കിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഈ പാനിലൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പേര് പോലെ തന്നെയാണ് കേട്ടോ, ഈ ചിക്കൻ നെയ്യിൽ തന്നെ ചെയ്തെടുക്കണേ, എന്നാലേ ശരിക്കും ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ചിക്കൻ ഇതിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇനി നെയ്യിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പ് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ പോയി കിട്ടണം കേട്ടോ. അപ്പോൾ ഈ മസാല ഒക്കെ നന്നായിട്ട് മൂത്തിട്ട് ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം കേട്ടോ ഈ മസാല നെയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനിൽ മസാലകളൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി വരണേ. ഇതുവരെ വെച്ച് കൊടുക്കണേ. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടോ. ഈ സമയത്ത് ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ കട്ടായി പോയതാണ്. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാല ഒക്കെ നന്നായി പൊതിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചൊരു വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവി വേണമെങ്കിൽ ഈ സ്റ്റേജിൽ സ്റ്റവ് ഓഫ് ചെയ്യട്ടോ. ഞാൻ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.